ഇന്ന് നമുക്കൊരു വാക്കിന് പോയിട്ട് വന്നാലോ? നമുക്ക് രണ്ടുപേർക്കും ഇന്നൊരു ഓഫ് ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റും ആയിരുന്നു. പോസിറ്റീവ് 24 ഡിഗ്രി ആയിരുന്നു ഇന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. നമ്മളിപ്പോൾ പോണത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ പാർക്കിലോട്ട്. ഡോസൺ പാർക്ക് എന്ന് പറയും. ഇതാണ് പാർക്കിൻ്റെ ടോപ്പ് വ്യൂ. ആ കാണണതാട്ടോ സസ്കച്ചൻ റിവറിൻ്റെ ഒരു സൈഡിൽ ഗോൾഫ് ക്ലബ്ബും ഒരു സൈഡിൽ ഡോസൺ പാർക്കുമാണ്. കാനഡയിൽ ഒരു ക്ഷാമവും ഇല്ലാതെ ഉള്ളൊരു ഐറ്റം ആട്ടോ ഈ പാർക്ക് എന്ന് പറയണത്. കാരണം ഞാൻ പല സ്ഥലത്ത് നിന്നിട്ടുണ്ട്. ഞാൻ ഏതൊക്കെ സ്ഥലത്ത് നിന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു 5 മിനിറ്റ് മാത്രം ദൂരത്തിൽ ഏതെങ്കിലുമൊക്കെ പാർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കണോടത്ത് തന്നെ 3 പാർക്കുണ്ട്. ഈ 3 പാർക്കിലും ഏറ്റവും നല്ലത് ഈ പാർക്കാട്ടോ. ഞങ്ങളിപ്പോൾ ഷോർട്ട് കട്ടിൽ ആട്ടോ ഇറങ്ങുന്നത്. അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാറിൽ നിന്നൊക്കെ വരാനായിട്ട് വേറെ റൂട്ടുണ്ട്. ഇത് ആൾക്കാർ ശരിക്കും അവരുടെ പെറ്റ്സിനെ കൊണ്ട് നടക്കാൻ വരുന്ന പാർക്കാണ് കേട്ടോ. ഇന്ന് ആൾക്കാർ കുറവാന്ന് തോന്നുന്നു. ആരെയും കാണുന്നില്ല. വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അവിടെ സൈഡിൽ കൂടെ ഒരാൾ ഓടി വരുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടതും ഓടി ഞങ്ങളുടെ അടുത്ത് വന്നൊരു ഹായൊക്കെ തന്നിട്ടാട്ടോ ആൾ തിരിച്ചു പോയത്. ഇനിയിപ്പോൾ അവരുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് വിചാരിച്ച് ഞാൻ ക്യാമറ അപ്പോഴേക്കും തിരിച്ചു പിടിച്ചായിരുന്നു. ഇതാണ് ഞാൻ ആ മേളിൽ നിന്ന് കാണിച്ചു തന്ന സസ്കച്ചൻ റിവർ. ലാസ്റ്റ് ടൈം 2024 ബോട്ട് റേസ് ഇവിടെ വെച്ചായിരുന്നു നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട്. അന്ന് ഒത്തിരി മലയാളീസും ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഒത്തിരി കളികളും ഉണ്ടായിരുന്നു കേട്ടോ ഈ പാർക്കിൽ വെച്ചിട്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നോന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൈഡിൽ കൂടെ നോക്കുവാണെങ്കിൽ ഒരു സ്പീഡ് ബോട്ട് പോകുന്നത് കാണാം. ഇതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി കേട്ടോ. ഇത് നല്ല വലിയ ട്രെയിലാണ് അത്യാവശ്യം. ബട്ട് നമ്മൾ ഷോർട്ട് കട്ട് വഴി വന്നതുകൊണ്ട് നമ്മൾ സെൻറ്ററിലാട്ടോ വന്ന് ജോയിൻ ചെയ്യുന്നേ. നടന്ന് നമ്മളിപ്പോൾ എൻഡ് എത്തിട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സിറ്റി. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് യൂണിവേഴ്സിറ്റി റോഡാണ്. ഞങ്ങളാണെങ്കിൽ അവിടെ അടുത്തൊരു ബെഞ്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അവിടെ പോയി റെസ്റ്റ് ചെയ്തു. ആ ബെഞ്ചിൽ എന്തൊക്കെയോ കുത്തിവരച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോണത് വേറെ റൂട്ടിൽ കൂടെ പോവാം. ഇത് വേറൊരു വ്യൂ പോയിന്റ് ആട്ടോ. ഈ വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എഡ്മണ്ടൺ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ആ കാണുന്നതാണ് ഡൗൺ ടൗൺ എഡ്മണ്ടൺ. ട്രീസിൻ്റെയൊക്കെ കളർ മാറി തുടങ്ങി. ഫാൾ ആവാറായല്ലോ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.